ശ്രീ ഇ എ സുഗു, ഇന്നത്തെ തൃണമൂലിന്റെ നേതൃയോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായേക്കും എന്ന് രാഷ്ട്രീയ കേരളം കരുതുന്നുണ്ട്. അതായത് അൻവർ മത്സരിക്കുമോ ഇല്ലയോ, യു ഡി എഫിനൊപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്നതിലുള്ള തീരുമാനം അതെപ്പോൾ പ്രതീക്ഷിക്കണം? ഞങ്ങള് പറയാലോ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എടുക്കാവുന്ന ഒരു നിലപാട് ഇനി ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇനി അപമാനിതരായി പുറത്തു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളെ പ്രവർത്തകരുടെ ഇടയിലില്ല. അപ്പോ ഇന്ന് വൈകുന്നേരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഉണ്ട്. ആ യോഗത്തിന് ശേഷം ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരാനുള്ള പ്രഖ്യാപനം ഞങ്ങൾ നടത്തും. പ്രവേശനം ഇപ്പോൾ താങ്കളുടെ നോട്ടത്തിൽ ഒരു അടഞ്ഞ അധ്യായമാണ്. അല്ല, തീർച്ചയായിട്ടും 5 മാസമായിട്ട് തീരുമാനം എടുക്കാത്തൊരു കാര്യം ഇനി ഈ അവസാന മുഹൂർത്തത്തിൽ ആയി വരികയാണെങ്കിൽ, മഹാത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ആവട്ടെ, ഞങ്ങൾ അതിന് തയ്യാറാണ്. പക്ഷെ അതില്ലെങ്കിൽ ഇനി ഞങ്ങൾ അവരുടെ പുറകെ പോവുക എന്നുള്ള സമീപനത്തേക്ക് ഇനി നിൽക്കുന്നില്ല. ഈ പുറകെ പോവുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അല്ല, പുറകെ പോവുക എന്ന് പറയുമ്പോൾ മുന്നണിയിൽ എടുക്കുമോ എടുക്കൂല എന്ന് ചോദിച്ച് നടക്കുക. കത്ത് കൊടുത്ത റിക്വസ്റ്റ് ഉണ്ടല്ലോ, ഞങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്തല്ലോ മുന്നണിയിൽ പ്രവേശിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. അതാണ് ഞാൻ അർത്ഥാക്കിയത്. ഈ ഒരു സഹകരണ കക്ഷിയായി ഒപ്പം നിർത്തുക, ഇപ്പൊ അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ബസ്സിൽ കിളിക്കൊപ്പം നിന്ന് യാത്ര ചെയ്യുന്നതിന് തുല്യമാണ്, അതിനും ഞങ്ങൾ തയ്യാറായിരുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതിനിപ്പോഴും നിങ്ങൾ തയ്യാറാണോ? മാന്യമായ ഒരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് വേണം. അത് ഏതെങ്കിലും തരത്തിലുള്ള അതുപോരാ, മാന്യമായ ഒരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് കൂടി ബോധ്യം വേണം. അല്ല, എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലൊരു ഉപാധി വെക്കുന്നുണ്ടോ? അല്ല, UDF ഘടകകക്ഷി ആക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് സഹകരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഞങ്ങൾ കത്ത് കൊടുത്തത്. ആ കത്തിന്മേലാണല്ലോ തീരുമാനം വേണ്ടത്. അതായത് UDF ഘടകകക്ഷിയാക്കുക എന്ന തീരുമാനത്തിൽ കുറഞ്ഞ ഒരു ഉറപ്പിനും അല്ലെങ്കിൽ ഒരു വാഗ്ദാനത്തിനും നിങ്ങൾ വഴങ്ങില്ല? തീർച്ചയായും. അപ്പോൾ ഈ സഹകരണ കക്ഷി എന്നത് നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല അല്ലെ? അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കുന്നത്? അല്ല, അതൊക്കെ നേരത്തെ ആ തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് PV അൻവറുമായിട്ട് UDF കോൺഗ്രസിന്റെയും നേതാക്കൾ എടുത്തിരുന്നു. അതൊന്നും ആ സമയത്ത് നടന്നിട്ടില്ല. പക്ഷെ പ്രശ്നം ഇത്ര രൂക്ഷമായ സാഹചര്യത്തിൽ ഇനി ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഞങ്ങളെ ആവശ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ കൂടി ആവശ്യം അംഗീകരിക്കുക എന്നുള്ളതല്ല, ഞങ്ങൾ വെച്ച ഡിമാൻഡ് അംഗീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. ശരി, ശ്രീ സുഗു, താങ്കൾ അടക്കമുള്ള ആളുകൾ PV അൻവറിന്റെ നേതൃത്വം അംഗീകരിച്ച് പാർട്ടികൾ വിട്ട് അദ്ദേഹത്തിനോടൊപ്പം ചേർന്നപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ടുള്ള ഒരു രാഷ്ട്രീയ വഴി എന്നത് നിങ്ങൾ ആലോചിച്ച് കാണണം. അത് കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നതിൽ അസ്വസ്ഥത തൃണമൂലിനകത്തും അല്ലെങ്കിൽ അൻവറിന്റെ അനുയായികൾക്കിടയിലും ഉണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. താങ്കൾ അത് സമ്മതിക്കുമോ? അല്ല, അത് ശരിയല്ല. അൻവർ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയത്തോട് ഒപ്പം നിൽക്കാൻ പറ്റാവുന്ന ഒരു പ്രസ്ഥാനം UDF ആണെന്ന് കണ്ടുകൊണ്ടാണ് UDF-മായി സഹകരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് തൃണമൂൽ കോൺഗ്രസിലെ അഭിപ്രായം വന്നത്. ശരി, അല്ല, UDF ഒരു സ്ഥാനാർത്ഥിയെ വെക്കുന്നു, അവർ കൂട്ടായ ഒരു തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ UDF പ്രവേശനം കാത്തു നിൽക്കുന്ന തൃണമൂലിന്റെ നേതാവ് PV അൻവർ ആ സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തിക്കാണിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അവർ UDF പ്രവേശനം നൽകുക എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. അത് ന്യായമല്ലേ? അല്ല, അതിലേ ഈ കത്ത് കൊടുത്തിട്ട് 5 മാസമായില്ലേ? സ്ഥാനാർത്ഥിനെ അവര് പ്രഖ്യാപിക്കുന്ന സമയത്തും അൻവർ UDF അംഗമല്ലല്ലോ. അതുകൊണ്ട് അല്ല, UDF അംഗമല്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ, ഒരു മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിക്കൂടെ? അതായത് നിങ്ങൾക്ക് യോജിപ്പില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത ഉറപ്പിക്കാൻ നിങ്ങളെ എങ്ങനെ അവർ കൂടെ കൂട്ടും? അല്ല, ഞങ്ങള് PV അൻവർ പറഞ്ഞത് ഏറ്റവും വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥി, ആര്യയുടെ ഷോക്കത്തിന് വിജയസാധ്യത ഇല്ല എന്നുള്ളതല്ലോ പറഞ്ഞു. ഏറ്റവും വിജയസാധ്യത പരിഗണിക്കേണ്ടത് ഇന്ന സ്ഥാനാർത്ഥി ആകുമ്പോഴായിരിക്കും ഒന്നും കൂടി നന്നാവുക എന്നുള്ളതാണല്ലോ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് UDF ഭാഗമായി മാറുമ്പോൾ UDF സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം ഞങ്ങൾക്കും ഉണ്ടാവില്ലേ? അതില്ലാത്തത് കൊണ്ടാണല്ലോ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ശ്രീ സുഗു, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ അതോ പ്രതീക്ഷയറ്റോ? അല്ല, പ്രത്യേകിച്ച് അതിപ്പോ UDF നേതൃത്വമാണ് ഇനി അത്
വ്യക്താക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ 2 യോഗങ്ങൾ കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് ഇതിലൊരു തീരുമാനം എടുക്കണ്ടേ? ഞങ്ങൾക്ക് ഈ സംസ്ഥാന കമ്മിറ്റി യോഗം, എക്സിക്യൂട്ടീവ് യോഗം എന്നൊക്കെ പറയുന്നത് എല്ലാ ഏത് സമയത്തും വിളിച്ചു ചേർക്കാൻ കഴിയില്ലല്ലോ. ഇത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ പങ്കെടുക്കേണ്ട യോഗമാണ്. അത് ദിവസവും സമയമൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടേ ആ തരത്തിലുള്ള യോഗം വിളിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്കത് തീരുമാനമാക്കി എടുക്കേണ്ടതുണ്ട്. ശരി. അതിനിടയിൽ നല്ല ശുഭവാർത്ത ഞങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ അത് സാധ്യത ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ സന്തോഷമേ ഉള്ളൂ. ശരി ശരി, വളരെയധികം നന്ദി ശ്രീ EA സുഗു താങ്കൾ പ്രതികരിച്ചതിന്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കളിൽ ഒരാളാണ് ശ്രീ EA സുഗു. അദ്ദേഹം പറയുന്നത് പ്രതീക്ഷ പൂർണ്ണമായി അസ്തമിച്ചിട്ടില്ല, എന്നാൽ വലിയ പ്രതീക്ഷയില്ല. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ, ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിനൊടുവിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. അതിനുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ നല്ലത് എന്ന് മാത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ സുഗു ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, UDF-ലെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഘടകകക്ഷികളിൽ ഒന്ന് എന്ന നിലയിലാണ് തങ്ങൾ ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ കുറഞ്ഞ ഒരു ഓഫറും തങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഒരു അസോസിയേറ്റ് കക്ഷി എന്ന നിലയിൽ ഒരു ഓഫറും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് അസന്നിഗ്ധമായി EA സുഗു ഇവിടെ പറയുകയുണ്ടായി.